LDF കള്ളരേഖകൾ ഉണ്ടാക്കുന്നുവെന്ന് BJP ആരോപണം. നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ട് ചേർക്കലും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട് കള്ളരേഖകൾ സൃഷ്ടിച്ച വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിയുമായി LDF മുന്നോട്ടു പോയാൽ കൊടുങ്ങല്ലൂരിലെ സമാധാനം തകരുമെന്ന് BJP. ഇത്തരത്തിൽ കള്ളരേഖയുണ്ടാക്കുന്നവരുടെ പേരിലും ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ പേരിലും നടപടിയെടുക്കണമെന്നും BJP മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വോട്ട് ചേർക്കാൻ കള്ളരേഖകൾ ഉണ്ടാക്കുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും BJP ആരോപിച്ചു. മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. LK മനോജ്, KR വിദ്യാസാഗർ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് രശ്മി ബാബു, ശാലിനി വെങ്കിടേഷ്, ധന്യ ഷെയ്ൻ എന്നിവർ സംസാരിച്ചു. വരാൻ പോകുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കാണ് ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോഴുള്ള പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കുന്നത്. കാരണം വാർഡുകളിൽ ജീവിച്ചിരിക്കുന്നവർ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് വെട്ടുകയും സ്ഥലത്തില്ലാത്തവരുടെ പേരിൽ വോട്ട് ചേർക്കുവാൻ ശ്രമിക്കുകയുമാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവൃത്തി ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നഗരസഭാ ഓഫീസിൻ്റെ തൊട്ട് തെക്കുവശം മുകുന്ദൻ പിള്ള എന്ന് പറയുന്ന ഒരു വ്യക്തി, ആൾ ജീവിച്ചിരിപ്പുണ്ട്, ആളുടെ വ്യവസായം നടത്തുന്നുണ്ട്. അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വോട്ട് വെട്ടാൻ കൊടുത്തിരിക്കുന്നു. അങ്ങനെ നിരവധി ആളുകളുടെ പേരിൽ 102 വയസ്സുള്ള ഒരു വയോവൃദ്ധൻ, അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹത്തെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരുകൾ വെട്ടാൻ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ 1-ാം വാർഡിൽ മാത്രം 100 പേരെ വെട്ടാൻ കൊടുത്തിരിക്കുന്നത് ഒരു വ്യക്തിയാണ്. ഞങ്ങൾ 2-ാം വാർഡിലും ഇത് തന്നെ ചെയ്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഒരാളുടെ പേരിലാണെങ്കിലും അത് മാർക്സിസ്റ്റ് പാർട്ടിയും CPI അങ്ങനെ LDFിൻ്റെ ആളുകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തി ഇത് സത്യസന്ധ എന്താണെന്ന് വെച്ചാൽ ഈ ഓഫീസിൽ മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് ആ ഇടതുപക്ഷത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്ത് തന്നെ ഇരുന്നാലും ഭരണ പരാജയം, ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിലൂടെ ഭരണം ജനങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിലൊരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയുടെ 2-ാം വാർഡിൽ ഇത്തരത്തിൽ വോട്ടുകൾ വ്യാപകമായിട്ട് വെട്ടാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ജീവിച്ചിരിക്കുന്നവരായ മൂന്നമ്പിള്ളയും അതുപോലെ ഗൗരി ശങ്കരൻ നായർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വോട്ടുകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടും, അതുപോലെ ഇപ്പോഴും വീട്ടിൽ താമസിക്കുന്ന ലിജി വാക്കാട്ട് ഉൾപ്പെടെയുള്ള ഒരു 40ഓളം പേര് വാർഡിൽ താമസിക്കുന്ന ആളുകളുടെ വോട്ടുകൾ ഇപ്പോൾ വാർഡിലില്ല, നിലവിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. 50ഓളം വോട്ടുകൾ അത്തരത്തിൽ വെട്ടാനായിട്ട് വാർഡിലുള്ളവരെ വോട്ടുകൾ വെട്ടാൻ കൊടുത്തിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ അന്വേഷണം ഉണ്ടാവണം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയുമായിട്ട് പോകാനാണ് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. തീർച്ചയായിട്ടും പരാതിയായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.